ഓക്കെ 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 ഞാൻ ഇത് നമ്മള് ചന്ദ്രവട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ നിരീക്ഷണത്തിന് വേണ്ടി എത്രയാണ് നിങ്ങൾ ഇതിനകത്ത് ഇന്നോ നാളെയോ നിങ്ങളുടെ പേരും നിങ്ങൾക്കൊരു പാർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സമയം രാത്രി നിങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി എടുക്കുക. അത് ആ സമയം തന്നെ നിങ്ങൾ നോക്കാൻ തയ്യാറാകുന്ന പറയുന്നത് ഇപ്പൊ നമ്മള് ഉദാഹരണം ഇപ്പോ 11 മണിയായി, 10 മണിയായി. 10 മണിക്കാണ് നമ്മൾ, അല്ലെങ്കിൽ 10:30ക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ 10:30ക്ക് നമ്മൾ കിഴക്കോട്ടാണോ പടിഞ്ഞാറായിട്ടാണോ അല്ലെങ്കിൽ നേരെ മേളിലോട്ടാണോ ഏത് ഭാഗത്തോട്ടാണോ നോക്കിയത് അതേ സ്ഥലത്ത് തന്നെ ആ സമയത്ത് നിങ്ങൾ നോക്കണം. എന്നാലേ നമുക്ക് അതിന്റെ യഥാർത്ഥ ഇതിന്റെ ഇത് അറിയാൻ പറ്റും. പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പൊ 8:30ക്ക് 10:30 മണിക്കാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ആ 10:30 മണിക്ക് എന്ത് ചെയ്യാ, ഞാൻ ആ 10:30 അതിനു മുമ്പ് നമുക്ക് മുമ്പോ പിന്നോ ഒക്കെ നോക്കാം. പക്ഷെ നിങ്ങൾ ആ 10:30 മണിക്ക് നിങ്ങൾ ഏത് ദിശയിലേക്കാണോ നോക്കിയത്, മുകളിലേക്കെങ്കിൽ മുകളിലേക്ക്, അല്ലെങ്കിൽ കിഴക്കുന്ന് ഒരു കുറച്ച് മുകളിലോട്ടാണെങ്കിൽ ആ മുകളിലോട്ട്, അങ്ങനെ ആ സമയം അതിനെ ഉപയോഗിക്കുക. അപ്പോഴേ അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ, ഈ ചലനത്തിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇവിടെ നിന്ന് തുടങ്ങിയാൽ പ്രപഞ്ചത്തിന്റെ പല മേഖലകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അതിനോടൊപ്പം നമ്മളെ കണ്ണിന്റെ റെറ്റിനയിലുള്ള, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ റോഡ് കോശം എന്ന് പറയുന്നത് എന്താണ്, 120 ദശലക്ഷം റോഡ് കോശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് വെറും 6 ദശലക്ഷമാണ്. 6 എന്ന് പറയുന്നതും 120 എന്ന് പറയുന്നത് നോക്കിക്കണം. അതായത് 20 റോഡ് കോശങ്ങൾ വരുമ്പോൾ ഒരു കോൺ കോശമാണ് ഉള്ളത്. ഇപ്പൊ പകല് നമ്മൾ കോൺ കോശങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ രാത്രി നമ്മൾ റോഡ് കോശങ്ങളെ പ്രവർത്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളെ ബ്രെയിനിലെ നമ്മളെ ഇത്രയും കോശങ്ങളിലേക്ക് എനർജി വരുമ്പോൾ അതിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ തലച്ചോറ് പ്രവർത്തിപ്പിക്കപ്പെടും. ദീർഘവീക്ഷണം ഉണ്ടാവും, സൂക്ഷ്മ വീക്ഷണം ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന ഈ തീരുമാനങ്ങൾക്ക് വ്യക്തതയും കൃത്യതയും ഉണ്ടാക്കാൻ നമ്മളെ തലച്ചോറ് നമ്മളെ സഹായിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും അത് അത്തരം കാര്യങ്ങൾ അനുഭവിച്ച് തന്നെ എടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ വ്യക്തമായി പറയാൻ അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഈ പ്രോസസ്സാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് നമ്മുടെ പ്രപഞ്ചത്തിൽ മീൻസ് നമ്മളെ സൂര്യനും ഭൂമിയും ചന്ദ്രനുമായിട്ടുള്ള, അതായത് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്, ഭൂമിയെ കാണാൻ കഴിയുന്നുണ്ട്, ഇടത് സൈഡിൽ ഭൂമിയെ കാണാനും കഴിയുന്നുണ്ട്, വലത് സൈഡില് മഞ്ഞ നിറത്തിൽ കാണുന്നത് സൂര്യനാണ്, സെന്ററിൽ കാണുന്നത് ചന്ദ്രനാണ്. ഈ പ്രോസസ്സിൽ വരുമ്പോഴാണ് നമ്മൾ ന്യൂ മൂൺ, കഴിഞ്ഞ ക്ലാസ് നടന്നത്, ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തത് നടന്ന സമയത്ത് പ്രപഞ്ചത്തിൽ നമ്മുടെ ഈ 3 സൂര്യനും ഭൂമിയും ചന്ദ്രനും ഈ ദിശയിലാണ്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂ മൂൺ അല്ലെങ്കിൽ കർത്തവാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കർത്തവാവ് ദിവസമായിരിക്കും അതായത് ഈ നേരത്തെ ഞാൻ ഇതുമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഈ ചിത്രങ്ങൾ നോക്കാം. അതായത് ഒരേ ദിശയിൽ ഇത് 2 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. അതായത് ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിയുന്ന, അതായത് നേർ ദിശയിൽ വരുന്നത് 2 വർഷത്തിൽ ഒരിക്കൽ സ്വാഭാവികമായിട്ടും നടക്കും. അത് ഇന്ത്യയിൽ ചിലപ്പോൾ പൂർണ്ണമായിരിക്കില്ല, പകുതിയായിരിക്കും. പക്ഷെ നടക്കുന്ന പ്രോസസ് ഇതാണ്. അതായത് ചന്ദ്രന്റെ നിഴല് വന്ന് ഭൂമിയിൽ അടിക്കുന്നതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. അതായത് സൂര്യഗ്രഹണം എപ്പോഴും നടക്കാൻ ഏത് ദിവസമേ നടക്കൂ? ന്യൂ മൂൺ എന്ന് പറയുന്ന കർത്തവാവിന്റെ അന്നേ നടക്കൂ. മനസ്സിലാക്കുക, എല്ലാ മാസവും ന്യൂ മൂൺ എന്ന് പറയുന്ന കർത്തവാവുണ്ട്. പക്ഷെ അത് നേർരേഖയിൽ ആയിരിക്കില്ല. അതായത് ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ അടിക്കില്ല, നേർരേഖയിലല്ലാതെ ആയിരിക്കും
അത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ അടിക്കാത്തത് കൊണ്ട് അന്ന് അവിടെ എന്തോ ഉണ്ടാവില്ല. സാധാരണ നമ്മൾ പറയുന്ന സൂര്യഗ്രഹണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കത്തില്ല. പക്ഷെ കർത്തവാവ് എന്ന് പറഞ്ഞ സംഭവം നടക്കും. അതായത് ഈ ഇതിൽ ഇങ്ങനെ വരുന്ന ഒരു പ്രോസസ്സിനാണ്. ഇപ്പോ നിൽക്കുന്നത് ഇതുപോലെയാണ്. ഈ കഴിഞ്ഞ മെനിഞ്ഞാന്ന് നടന്നിട്ടുള്ളത് ഇതുപോലെയാണ്. അത് നിങ്ങൾ ഈ ഒരു ആംഗിളായിട്ട് കൂടി നിങ്ങൾ നമ്മളെല്ലാം എവിടെ നിൽക്കുന്ന ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഇനി ഇത് നിരീക്ഷിക്കാൻ. ഞാൻ ഇപ്പോൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ടാണ് ഇവരെ നമ്മൾ ഇനി നിരീക്ഷിക്കാനുള്ളത്. പ്രപഞ്ചത്തിലേക്ക് പോവുക. അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്നത് 2 വർഷത്തിലൊരിക്കൽ മാത്രമേ വരും, നേർരേഖയിൽ. ഓക്കെ, അടുത്തത് നേരെ തിരിഞ്ഞു. ഇതുമായിട്ട് തമ്മിലുള്ള വ്യത്യാസം കണ്ട. ഭൂമി, ചന്ദ്രൻ മധ്യത്ത്, അപ്പുറം ഇപ്പുറവും ഭൂമിയും സൂര്യനും. ഓക്കെ, ഇതാണ് ന്യൂ മൂൺ എന്നുണ്ടെങ്കിൽ ഇതാണ് ഫുൾ മൂൺ, അതായത് വെളുത്തവാവും. ഭൂമി മധ്യത്തും അപ്പുറവും ഇപ്പുറവും ചന്ദ്രനും സൂര്യനും. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ടൊന്ന് നോക്കുക. പക്ഷേ ഇത്രയും വലിയ ഒരു ഇത്, അതായത് നമ്മള് ഈ കാണുന്ന ചന്ദ്രൻ, മധ്യത്തിരിക്കുന്ന ചന്ദ്രൻ കറങ്ങി ഭൂമിയുടെ അപ്പുറ ഭാഗത്ത് പോയി നിൽക്കാൻ വെറും 14 ദിവസം മതി. 14 ദിവസം മതി, 14.5 ദിവസം മതി. അതിനകത്ത് നേരെ ഇപ്പുറത്ത് വരും. ഇതാണ് നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത്. ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത്. 14 ദിവസം കൊണ്ട് ഭൂമി മധ്യത്ത് വരും. ഇത് വെറും 14. അപ്പൊ നമ്മൾ ഇതിനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇനി ഇതിന്റെ കൂടെ സഞ്ചരിക്കും, ചന്ദ്രന്റെ കൂടെ സഞ്ചരിക്കും. ആ സഞ്ചരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, നിരീക്ഷണം ഉണ്ടാവാനാണ്, നമ്മളെ സ്കില്ല് ഡെവലപ്പ് ആവാനാണ്. ഈ രാത്രി നിരീക്ഷിക്കല് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ രാത്രി നിരീക്ഷിക്കുന്നത് പതിവാക്കി എടുക്കുക. അതനുസരിച്ചുള്ള ദീർഘവീക്ഷണം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു മണ്ണാങ്കട്ട അറിഞ്ഞ ഒരാളായിരുന്നു ഞാൻ. സത്യത്തിൽ എന്നെ കൊണ്ടെത്തിച്ചതിന്റെ ഏറ്റവും മുന്നിലുള്ള ആള് ഈ രാത്രിയുള്ള ഈ ചന്ദ്ര നിരീക്ഷണം തന്നെയാണ്. ഓക്കെ, ഇതിനെ തമ്മിലുള്ള വ്യത്യാസം വരും. ഇനി ഇങ്ങനെ വരും. ഇത് നേർ ലെവലിൽ, അതായത് ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിയുന്ന ദിവസമാണ് ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണം എന്നേ നടക്കൂ? ഫുൾ മൂൺ എന്ന് പറയുന്ന വെളുത്തവാവിനെ നടക്കൂ. ഫുൾ മൂൺ എന്ന് പറയുന്ന വെളുത്തവാവിനെ എന്ത് ചെയ്യൂ? ചന്ദ്രഗ്രഹണം നടക്കുള്ളൂ. ഇതും 2 വർഷത്തിലൊരിക്കൽ വരും. പക്ഷെ അത് പൂർണ്ണമായിരിക്കില്ലെന്നേ ഉള്ളൂ. അതായത് ഫുള്ള് നിഴൽ വന്ന് മറഞ്ഞു പോവില്ല. അതിന് വ്യത്യാസങ്ങൾ വരും. അതിന്റെ നിഴൽ ഒരു കാൽഭാഗമൊക്കെ വന്ന് പതിച്ചിട്ടേ പോകുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. ഇത് ഓരോ 14 ദിവസവും നടക്കും. ഈ പ്രോസസ്സ് ഓരോ 14 ദിവസവും നടക്കും. ഇതാണ് നമ്മൾ പറയുന്ന വെളുത്ത വാവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മധ്യത്തായിരിക്കും. ഇനി ഒരു 5 മിനിറ്റായി. 5 മിനിറ്റും കൂടി ആകുമ്പോൾ നമ്മൾ തുടങ്ങിയതിൽ 10 മിനിറ്റ് പോയി. അപ്പൊ ആ 10 മിനിറ്റിൽ ഇവിടെ നമ്മൾ എടുക്കുകയാണ്. ഭൂമി ഞാൻ കുറച്ച് വലുതാക്കിയതേ ഉള്ളൂ. അത് സത്യത്തിൽ അത് ലോജിക് അല്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അത് നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്നുണ്ട്. ഭൂമിയേക്കാൾ ചെറുതാണ് സൂര്യനും ചന്ദ്രനും, അതുകൊണ്ട് അത് കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കുറച്ചിങ്ങോട്ട് വയ്ക്കാം. ഇതായിരുന്നു നമ്മൾ തുടങ്ങിയ ദിവസം, ന്യൂ മൂൺ ക്ലാസ് തുടങ്ങിയ ദിവസം.
ഓരോ ദിവസം വരുമ്പോഴും ഈ ആള് ഇവര് രണ്ടുപേരും കറങ്ങി താഴെ വഴി, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സങ്കല്പിക്കാം, ഇതുവഴി എന്ത് ചെയ്യും, ഇതുവഴി ഇങ്ങനെ കറങ്ങി പോവും, മറ്റാളും കൂടെ വരും. പക്ഷേ ഇന്നിപ്പോ രണ്ടായ സമയത്ത് ഇവിടെ ആയിരിക്കും ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുക. അതായത് സൂര്യൻ ഈ ഒരു വെള്ള വര കാണുന്നുണ്ടാ? ഓക്കെ, ഓക്കെ. കറുത്ത ലൈൻ ഇട്ടിരിക്കുന്നതാണ്. അത് നമ്മളുടെ ഭൂമിയുടെ അല്ലെങ്കിൽ നിരപ്പായിട്ട് കാണുക, സെൻട്രലായിട്ട് കാണുക. മേഖലയിലോട്ടുള്ള ഇത് നോക്കുക. അപ്പൊ ഇത് അസ്തമിച്ചു പോവുകയാണ്. കടലായിട്ട് കണ്ടാലും മതി. അതിന് ഭൂമിയുടെ അകത്താണ് കടല്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതായത് നാളെ ഒരു 7 മണിയാകുമ്പോ നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് അതായത് നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കുക. പടിഞ്ഞാറോട്ട് നോക്കണം. പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ 7 മണിയാവുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരു 6 മണിക്കാണ് സൂര്യൻ. ഞാൻ സമയം ഞാൻ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അതിന്റെ ആശയം മാത്രമേ പറയുന്നുള്ളൂ. അതില് ആ സമയത്ത് ചുടൽ ഇത്രയും വ്യക്തമാക്കി തരാനാണ് ഞാനിത്. ഓക്കെ, ഈ ആകൃതിയില് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രനെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ പിറയായിട്ട് പറയുന്നത്. കാരണം ഭൂമിയിൽ നിന്ന് നോക്കുന്ന, അതായത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ സൂര്യനിൽ നിന്ന് വെട്ടം അത്രയും ഭാഗത്ത് അടിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ ദിശ അനുസരിച്ച് അത്ര മാത്രമേ ഭൂമിയിൽ നോക്കി, അതായത് എപ്പോഴും ചന്ദ്രന്റെ ഫുള്ള് വെട്ടം അടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത്ര ഭാഗമേ കാണാൻ കഴിയൂ. കാരണം ഇവിടെ അടുത്തായതുകൊണ്ട്, ഇത് നമ്മൾ ഇങ്ങനെ ദൂരെ നിൽക്കുന്നുണ്ട്, ദിശ മാറി നിൽക്കുന്നതാണ്. ഇതിപ്പോ 7 മണി സങ്കല്പിക്കുക. 7 മണിയാന്ന് വിചാരിക്കുക. 7 മണി ഫോക്കസ് ചെയ്ത് ഞാൻ പറയാണ്. അടുത്ത ദിവസം ഈ 7 മണിക്ക് ഈ ആള് ഇവിടെ നിൽക്കായിരിക്കും. വീട്ടിൽ ഞാൻ ആ കറുപ്പിയാൻ വെച്ചത് ആ ചന്ദ്രന്റെ ഒരു ആകൃതി കാണാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരാഴ്ച 7 ദിവസമാകുമ്പോൾ ചന്ദ്രൻ, നിങ്ങൾ 7 മണിക്ക് നോക്കിയാൽ നേരെ മുകളില് സൂര്യൻ നമ്മളെ ഉച്ചിയിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും. അത് കഴിഞ്ഞ്, അതായത് അതിനെ നമുക്ക് എന്തറിയാമോ, അതായത് ഒരു ചന്ദ്രവട്ടത്തിന്റെ കാൽഭാഗമായി എന്നുള്ളതാണിത്. ഇനി അതേപോലെ അടുത്ത 7 മണിക്ക് വെളുത്ത വാവ് വരുമ്പോഴത്തേക്ക് ഇവിടെ വരും. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സമയം നിങ്ങൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക. 7 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് 8 മണിക്കായിരിക്കും ഇവിടെ വരുന്നത്. ഈ സ്ഥലത്ത് തന്നെ പിന്നെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അപ്പുറവശത്ത് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇത്ര ഭാഗം നോക്കാൻ പറ്റും. അതിന്റെ അടുത്ത ദിവസം 9 മണിക്കായിരിക്കും വരുന്നത്.
ഒരു മണിക്കൂർ, ഞാൻ ഒരു മണിക്കൂർ ഒരു ഏകദേശ കണക്ക് പറയണം, കണക്ക് അത്ര അല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ അടുത്ത ദിവസം 10 മണിക്കാണ് വരുന്നത്, പിന്നെ 11 മണിക്കാണ് വരുന്നത്, പിന്നെ 12 മണിക്കാണ് വരുന്നത്, പിന്നെ 1 മണിക്കാവും. അപ്പൊ അതായത് പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ ചന്ദ്രൻ ഇല്ലാന്ന് വിചാരിക്കും. പക്ഷെ ആ പുള്ളി 1 മണിക്ക് വരും, അദ്ദേഹം കറങ്ങി, ഈ സൂര്യൻ കറങ്ങി പോകുന്ന പോലെ തന്നെ പോവുകയും ചെയ്യും. ഇപ്പൊ 1 മണിക്കാണ് വരുന്നെങ്കിൽ ഈ ആള് ഏകദേശം എവിടെ ആയിരിക്കും? നമ്മൾ സൂര്യൻ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ ആണെങ്കിൽ രാത്രി 1 മണിക്ക് ഇവിടെ ആയിരിക്കില്ലേ? അപ്പോൾ വീണ്ടും അവർ അടുത്തടുത്ത് വരുന്നുണ്ടോ? ഇതാണ് വീണ്ടും കർത്തവാവിലേക്ക് പോകുന്ന പ്രോസസ്സ്. 1 മണിക്കാണ് വന്നെങ്കിൽ ഈ ആള് ഈ ചന്ദ്രൻ ഇവിടെ 1 മണിക്ക് ഉദിച്ചു തുടങ്ങണം എന്ന് പറയുമ്പോഴത്തേക്ക് സൂര്യൻ ഇവിടെ എത്തി 1 മണിക്ക്. എന്നാലേ പുള്ളിക്ക് 6 മണിക്ക് ജോലി തുടങ്ങാൻ പറ്റൂ. പുള്ളിക്ക് 6 മണിക്ക് ഇവിടെ എത്തണമല്ലോ. അപ്പൊ ഇവിടെ 1 മണിക്ക് നിൽക്കുകയാണ്. പിറ്റേന്ന് എന്തായി? 2 മണിക്ക് 1 മണി എന്നുള്ള പിറ്റേന്ന് ഈ ആള് വീണ്ടും 2 മണിക്കാണ് ഇവിടെ വരുന്നത്. 2 മണിക്ക് വരുമ്പോഴത്തേക്ക് സൂര്യൻ കുറച്ചുകൂടെ ഇപ്പുറത്തെത്തി. ഇങ്ങോട്ട് മാറ്റി പിടിക്കാം. അടുത്തത് 3 മണിക്കാണ് വരുന്നത്. 3 മണിക്ക് വരുമ്പോ, അതായത് നമ്മൾ ഈ 3 മണിക്ക് വരുമ്പോ ഇതേപോലെ അല്ല കേട്ടോ വരുന്നത്. ഇതിന്റെ കലകൾ വ്യത്യാസമുണ്ട്. ഞാനിത് പറയണം. വീണ്ടും ഇതേപോലെ ഇയാള് ആദ്യം ഇങ്ങനെ വന്നതുപോലെ തന്നെ ഇവിടെ പിറ വരും. അതായത് ന്യൂ മൂണിന് മുമ്പുള്ള ദിവസങ്ങൾ പിറ കാണണമെങ്കിൽ എവിടെ നോക്കണം എന്നറിയാമോ? കിഴക്ക് നോക്കണം. ന്യൂ മൂൺ കഴിഞ്ഞ പിറയെ നമ്മൾ കാണുന്നുള്ളൂ. സാധാരണ നമ്മൾ സന്ധ്യക്ക് കാണുന്ന പിറയെ നമ്മൾ എടുക്കുന്നുള്ളൂ, നമുക്ക് അറിയാവൂ. അതേപോലെ തന്നെ വെളുപ്പൻ രാവിലെ അടുത്ത കർത്തവാവിലേക്ക് പോകുമ്പോ വെളുപ്പൻ രാവിലെ കിഴക്ക് നോക്കിയാൽ ഈ പിറ പോലുള്ളത് കാണാം. അങ്ങനെ വീണ്ടും വന്നെന്ത് ചെയ്യും? ഇവര് തമ്മില് ഒരുമിച്ച് ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് വീണ്ടും കർത്തവാവ് എന്ന് പറയുന്നത്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഞാൻ 8 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. ഇനി നിങ്ങള് എന്ത് ചെയ്യാൻ, ഞാനിത് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മളുടെ മനഃശക്തിയെ പ്രപഞ്ചവുമായി കണക്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. അതായത് മനസ്സുമായി പഠനം നടത്തിയിട്ടുള്ള ആരെടുത്ത് ചോദിച്ചാലും ശരി, മനസ്സും പ്രപഞ്ചവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ധാരണ അറിയാവുന്ന ഒരാളിന് മാത്രമേ മനസ്സിനെ ഫോളോ അപ്പ് ചെയ്യാനോ മനസ്സിന്റെ റൂട്ടുകൾ പിടിയിട്ടോളോ. അവിടെ പ്രപഞ്ചത്തിന്റെ ആഴത്തിലേക്ക് വന്നാൽ ജാതിയും മതവും നിറവും അതെല്ലാം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. കാരണം നമ്മളെ മനസ്സിൽ അങ്ങനെ വേർതിരിവെന്ന് പറയുന്ന മനുഷ്യനെ മറ്റു ജീവജാലങ്ങളെ ഒന്നിനെയും വേർതിരിക്കില്ല. കാരണം പ്രപഞ്ചത്തിലുള്ള എല്ലാം ഊർജത്തിൽ നിന്നുണ്ടായതാണ്, എല്ലാം ഊർജ കണികകളാണ്. അത് നമ്മൾ അങ്ങോട്ട് പഠിച്ചു വരും. അപ്പോ ഓക്കെ, എനിക്കൊരു പെട്ടെന്നൊരു എല്ലാവരും കൂടി എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കണക്ട് ചെയ്തോന്നൊന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയൂ. ഞാൻ ഇതിന്റെ നോട്ട് ഇടണോ, ഇതേ ഇടണോ ഗ്രൂപ്പില്? മനസ്സിലായി, എന്നാലും നോട്ട് വേണം. ഇടാം. അല്ല, ഞാനിത് നമ്മളെ കോഴ്സിൽ ഞാൻ